ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു ചെറിയ വിഷു വ്ളോഗാണ്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ വിഷുക്കണിയൊക്കെ കണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുക്കിംഗ് ആയിരുന്നു കേട്ടോ. കുക്കിങ്ങിന് ഒരു 4:30 ആയപ്പോഴേക്കും നമ്മൾ നീട്ടിട്ടുണ്ടായിരുന്നു. കാരണം കിടന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടൈം ആയതുകൊണ്ട് തന്നെ കഷ്ണമൊക്കെ അരിഞ്ഞ് ഏകദേശം സെറ്റാക്കിയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ പൊന്നൂസ് കറിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ കിടക്കുന്നു. പിന്നെ ചേച്ചിമാരൊക്കെ കിടന്നപ്പോഴേക്കും നല്ല നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ വെള്ളത്തിലിടുന്നുണ്ട് ചേച്ചി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ അവിടെ ചിരകുന്നുണ്ട് കേട്ടോ. നമുക്ക് വിഷുവിൻ്റെ ഓണത്തിൻ്റെ അന്നും തേങ്ങ ഒരുപാട് ആവശ്യമുണ്ട്. തേങ്ങാപ്പാലിട്ടിട്ടുള്ള പായസമാണ് അധികം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കുറേ തേങ്ങ വേണ്ടി വരാറുണ്ട്. അപ്പോൾ സാമ്പാറിനുള്ള ഞാനിവിടെ ഹെൽപ്പർ മാത്രമായിരിക്കും കേട്ടോ. വിഷുവിൻ്റെ അന്ന് ഓണത്തിൻ്റെ അന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് റോളുകളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്തെടുക്കുക. ബാക്കി കുക്കിംഗ് പരിപാടികൾ മുഴുവൻ ചേച്ചിമാരാവും. അപ്പോൾ അവരാണ് മാസ്റ്റർ ഷെഫുകൾ. അപ്പോൾ ഈ കാണിക്കുന്നത് സാമ്പാറിക്കുള്ള പൊടികളൊക്കെ ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരക്കലുണ്ട്. അപ്പോൾ അത് അരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ അവിടെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ സാമ്പാറിക്കുള്ള തേങ്ങ അവിടെ ഇതാക്കിയിട്ടുണ്ട്. അച്ചാർ സെറ്റായിട്ടുണ്ട്. അച്ചാർ ദിവ്യേച്ചിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അച്ചാർ ഭയങ്കര രസമാണ് ദിവ്യേച്ചി അച്ചാറിടുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം നേരം പുലർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചോറ് വെക്കാനുള്ള കലത്തിൻ്റെ പുറത്ത് കരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. വെണ്ണീരാക്കിയിട്ടുണ്ടെങ്കിൽ കഴുകാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ കലത്തിൻ്റെ പുറത്ത് കുറച്ച് വെണ്ണീരൊക്കെ തേക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കള അലങ്കോലമായിട്ട് എങ്ങനെയൊക്കെ കിടക്കാൻ പറ്റും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത റോള് വന്നതിൻ്റെത് തേങ്ങ ചിരകുന്നതിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ തേങ്ങ ചിരകാണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. കുറേ നേരം ഒരാൾ ചിരകുമ്പോഴത്തേനും 10-35 തേങ്ങയൊക്കെ ചിരകുമ്പോഴത്തേനും അത്യാവശ്യം ക്ഷീണിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് തേങ്ങ ചിരകൽ കഴിഞ്ഞ് നമുക്ക് പായസത്തേക്കുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി പായസത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അരി കഴുകി സെറ്റാക്കട്ടെ. നമുക്ക് ഓണത്തിൻ്റെ അന്നും വിഷുവിൻ്റെ അന്നൊക്കെ ആകുമ്പോഴത്തേനും കുറേ ആളുകൾ വരാറുണ്ട്. അപ്പോൾ പിന്നെ 3 ഏട്ടന്മാരെയും ഫ്രണ്ട്സുകളും നമ്മളെ അയൽവക്കത്തൊക്കെ കുറേ പേരെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നേരത്തെ തന്നെ ഒരു 11 മണി 12 മണി ആകുമ്പോഴത്തേനും ഫുഡായോ ചോദിച്ച് ഏട്ടന്മാർ വരും. അപ്പോൾ പിന്നെ അപ്പോഴേക്കും ആവേണ്ടേ കരുതിയിട്ട് നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഉണ്ടാക്കാനുണ്ട്. അതേപോലെ തന്നെ പായസം ഒന്ന് ആവാനുണ്ട്. പിന്നെ കറികളിൽ ചിലതൊക്കെ വറുത്തിടാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. പപ്പടം കാച്ചാനുണ്ട് കേട്ടോ. ബാക്കി സാമ്പാറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലായിരുന്നു. നാദൂനും ഇവയ്ക്കും ഫുഡ് എടുക്കാൻ അവരെ ചേച്ചിമാരന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ അവരെന്നെ നോക്കിക്കോളും. അവരെ ഫുൾ കാര്യങ്ങൾ ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കിച്ചണത്തെ കാര്യങ്ങൾ മാത്രമേ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടൻ രാവിലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി വന്നതിന് ശേഷം കുറച്ച് വൈകിട്ടാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കൊരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവതാക്കണം മുന്തിരീൻ്റെ തോല് കളഞ്ഞ് കഷ്ടപ്പെട്ട് തിന്നണ്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും തിന്നില്ല. ഇത് കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് തിന്നണത്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പായസത്തേക്കുള്ള തേങ്ങ പിഴിയലാണ്. അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്ക് ചേച്ചിയായിരുന്നു കേട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി കുറേ കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു തോർത്തിൽ വെച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. പിന്നെ രണ്ടാം പാൽ എടുക്കുന്നത് നമ്മൾ മിക്സിയിലിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെ രണ്ടാം പാൽ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പായസം ശർക്കരയൊക്കെ ഇതാക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ തീയൊന്നും കത്തിക്കാതെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കും തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഇതില്ലേ, അതിൽ ഞാൻ കുറച്ച് കൊന്നപ്പൂവിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ റോസും അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും ഒക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉടുപ്പിട്ടിട്ട് പൊന്നൂസ് അത് അവിടെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ സദ്യയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരായിരുന്നു കുട്ടികളായിരുന്നു ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത്. വിഷുവിൻ്റെ തലേന്നത്തെ വ്ളോഗിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോ അതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലും ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ രാത്രിയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കഷ്ണം മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ ഞാനത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് പേര് വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കിച്ചണിലുള്ള അവിടുത്തെ ടേബിളിലായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഹാളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയായിട്ട് ഇപ്രാവശ്യം കുറേ ആളുകളുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വിഷയമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കഴിച്ച് ഏകദേശമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഏട്ടനും അതുപോലെ തന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പാടെ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് അങ്ങനെ 2 ഏട്ടന്മാരും കഴിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ അമ്മ ഇരുന്നിട്ടുണ്ടായിരുന്നു.
ഇനി അടുത്തത് ലാസ്റ്റ് ഞങ്ങൾ വീടാണ്. ഏകദേശം എല്ലാവരും വന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും സമയം ഒരു 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില സമയങ്ങളിൽ ഇതിലും വൈകാറുണ്ട്. ഏതായാലും ഇപ്രാവശ്യം കുറച്ച് നേരത്തെയായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കൽ. അതൊക്കെ കഴിഞ്ഞ് ഒരു 5:30 6 മണി ആയപ്പോഴേക്കും വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വിഷുവിൻ്റെ അന്ന് വീട്ടിൽ പോകുന്നത് വേറൊരു വൈബാണല്ലോ അല്ലേ. അപ്പം ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ചേച്ചിനെ അവരെ വീട്ടിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കാതെ ജയശേഷനും വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷുവിന് ഒരുമിച്ച് വീട്ടിൽ പോകാൻ പറ്റി. ചില സമയങ്ങളിലൊന്നും അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റാറില്ല. എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പൊന്നൂസിന് ഉറക്കം വന്ന ആ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളൊന്ന് ഉറങ്ങി എണീറ്റ് ഒന്ന് സെറ്റായപ്പോൾ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ വിഷുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറേ പടക്കങ്ങളും മുത്തിരികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴും കുറച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പാടെ കൂട്ടിയിട്ട് പടക്കം പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വിഷു അങ്ങനെ എല്ലാവരും കൂടിയായിട്ട് അടിപൊളിയായിട്ട് കത്തിച്ച് പടക്കം പൊട്ടിച്ചൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ടോ. എല്ലാവരും വിഷു നല്ല രീതിയിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അങ്ങനെ സംസാരിച്ചും ഇതാക്കി നമ്മളെ വിഷു അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് പോയി. അപ്പോൾ അതിന് ശേഷം ഇനി ഫുഡ് കഴിക്കാനും കൂടെ ഉണ്ട്. സമയം ഇന്നലെ ഒരുപാട് വൈകിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ എണീറ്റത് നേരത്തെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ ഉച്ചക്കത്തെ സാമ്പാറും ചോറൊക്കെ തന്നെ ബാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ രാത്രിക്കുള്ള ഭക്ഷണം അത് തന്നെയായിരുന്നു. പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കൂട്ടിയിട്ടൊന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് യു ബൈ.